നമസ്കാരം. കേരളത്തിൽ നിന്ന് ഇടതുപക്ഷം, പ്രത്യേകിച്ചും CPM, കേരളത്തിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി രാജ്യസഭയിലേക്ക് MP ആയിട്ട് വിട്ടൊരു മുതലുണ്ട്. ജോൺ ബ്രിട്ടാസ് എന്ന ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. മാധ്യമ കുഴലൂത്ത് മാത്രം പരിചിതമുള്ള ആ വ്യക്തി അവിടെ ചെന്നിട്ടും ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ സ്ഥിരം വേട്ടമൃഗമായിരുന്നു ഇയാൾ. കഴിഞ്ഞ ദിവസം കൂടി അയാൾ നിന്ന് മെഴുകുന്നത് കണ്ടായിരുന്നു. NK സ്റ്റാലിൻ്റെ പാർട്ടിയായ DMK ചതിച്ചുകൊണ്ട് CPM വിജയ്ക്ക് പിന്തുണ നൽകിയപ്പോൾ അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, അത് സ്റ്റാലിൻ കൂടി പറഞ്ഞിട്ടാണ്, DMKക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് മെഴുകുന്ന ബ്രിട്ടാസിനെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇത്തരം കാഴ്ചകൾ ഇനി കഷ്ടിച്ച് ഒരു വർഷം കൂടി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അടുത്ത വർഷം മാർച്ചിൽ ഇയാളുടെ കാലാവധി അവസാനിക്കുകയാണ്. പിന്നീട് ജന്മത്ത് ഇയാൾക്ക് രാജ്യസഭയിലോ ലോകസഭയിലോ വരാൻ പറ്റും എന്ന് തോന്നുന്നില്ല. മത്സരിച്ച് ജയിച്ചാൽ, അതായത് ജനങ്ങളുടെ മുന്നിൽ സുരേഷ് ഗോപിയെ പോലെ മത്സരിച്ചാൽ അയാൾക്ക് ജയിക്കാൻ പറ്റില്ല, തോറ്റുപോകും. രണ്ടാമത് രാജ്യസഭ വഴി കയറണമെന്ന് വിചാരിച്ചാലും 35 MLA-മാരുടെ പിന്തുണ മാത്രമേ കേരളത്തിലുള്ളൂ. മിനിമം 37 MLA-മാരുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടുന്നൊരു MP-യെ അങ്ങോട്ടേക്ക് വിടാൻ പറ്റൂ. ഇനി അതിനുവേണ്ടി കോൺഗ്രസിൻ്റെ കാല് പിടിച്ച് ഒരു MP ആക്കാം എന്ന് വെച്ചാലും ഈ PM ശ്രീയുടെ കാര്യത്തിലും മറ്റു പലതിൻ്റെ കാര്യത്തിലും പാലമായിട്ട് നിന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ജോൺ ബ്രിട്ടാസ്. അതായത് നരേന്ദ്രമോദി സർക്കാരിനും പിണറായി സർക്കാരിനും ഇടയിലുള്ള പാലമായിട്ട് നിന്നു. മുന്നെയാണ് ഞങ്ങളെ ചതച്ച ഒരാളാണ് ഇയാളെന്നാണ് സുഡാപ്പികളും മറ്റുമെല്ലാം ഇപ്പോഴും ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ലീഗുകാരൊക്കെയുള്ള. അങ്ങനെ വരുമ്പോൾ ഒരു പൊതുസമ്മതനായിട്ടുള്ള ആളെ മാത്രമേ ഇവിടുന്ന് വിടൂ. ആ കൂട്ടത്തിൽ എന്തായാലും ജോൺ ബ്രിട്ടാസ് കാണില്ല. അപ്പോൾ ജോൺ ബ്രിട്ടാസിൻ്റെ അവസാന വാചക കസർത്തുകളാണ് ഇപ്പോൾ രാജ്യസഭയിലും പുറത്തുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു മടങ്ങിപ്പോക്ക്, ഇനി ഒരിക്കൽ കൂടി അയാൾക്ക് രാജ്യസഭ, അതായത് പാർലമെൻറ്റ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷേ ഈ വിസിറ്റേഴ്സ് ഗാലറിയിലൊക്കെ ഇരിക്കാൻ പറ്റുമായിരിക്കും, അങ്ങനെ പാസ് എടുത്ത് വേണമെങ്കിൽ കയറാമായിരിക്കും. ഇവിടെ 35 MLA-മാരുടെ മാത്രം പിന്തുണയാണ് LDF-നുള്ളത്. അതിൽ തന്നെ CPM-നുള്ളത് 26ആണ്. ഇനി ഭാവിയിൽ ഈ LDF-ലെ 35 എന്നത് 35 തന്നെ നിൽക്കുമോ, അതിൽ കുറയുമോ എന്ന് പോലും അറിയില്ല. എന്തായാലും ഇവിടെ നിന്ന് ഇനി നേരെ ചുവേ ഒരു MP-യെ ഉണ്ടാക്കി വിടാൻ പറ്റില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇനി തമിഴ്നാട്ടിൽ ചെന്ന് DMK-യോട് ഈ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ സ്റ്റാലിൻ പറയും, കുറച്ച് നേരം കുനിഞ്ഞു നിൽക്കാൻ പറയും. കാരണം സ്റ്റാലിനിട്ട് നല്ല 8ൻ്റെ പണി കൊടുത്തിട്ടാണ് ഇപ്പോൾ അപ്പുറത്ത് പോയി വിജയ്ക്ക് പിന്തുണ കൊടുത്തത്. അത് സ്റ്റാലിൻ മറക്കില്ല. അവിടെ എന്തായാലും അവിടെ നിന്നും സാധ്യമല്ല. പിന്നെ വിജയുടെ കാല് തിരുമിയാൽ ഒരുപക്ഷേ ഈ സാധ്യമായേക്കാം. പക്ഷേ വിജയ് അതിന് മുതിരില്ല. കാരണം വിജയ്ക്ക് 108 MLA-മാർ കിട്ടി. ആ കൂട്ടത്തിലൊരു 3 രാജ്യസഭാ MP-മാരെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാനേ അദ്ദേഹം നോക്കൂ. അതിനിടയ്ക്ക് കണ്ടവൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി എന്തായാലും വിജയ് നോക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ചുരുക്കത്തിൽ അടുത്ത വർഷം മാർച്ചോടുകൂടി ജോൺ ബ്രിട്ടാസിൻ്റെ കാലാവധി തീരുകയാണ്. അതിൻ്റെ അടുത്ത വർഷം മാർച്ചോടുകൂടി സ്ഥിരം ആകാശവാസിയായിട്ടുള്ള എ റഹീം അഥവാ ഓൾ ടൈം എയർ റഹീം എന്ന റഹീമിൻ്റെ കാലാവധി കൂടി തീരുകയാണ്. അതോടുകൂടി രണ്ടുപേർക്കും കട്ടയും പടവും മടക്കി കേരളത്തിലേക്ക് തന്നെ വരാം. ഒരാൾക്ക് എന്തായാലും ഒരു പേനയും പിടിച്ചുകൊണ്ട് കൈരളിയിൽ പോയിരുന്നാൽ ചൊറിയും കുത്തി ഇരിക്കാം എന്നൊരു തൊഴിലുണ്ട്. മറ്റൊരാൾ എന്ത് ചെയ്യുമെന്നറിയില്ല. ഒരുപക്ഷെ പ്രതിപക്ഷത്തിരിക്കുന്നതുകൊണ്ട് ധാരാളം സമരങ്ങൾ നടത്തേണ്ടി വരും. അതിൻ്റെയൊക്കെ മുൻനിരയിൽ നിന്ന് പോലീസിൻ്റെ തല്ല് വാങ്ങുന്ന റഹീമിൻ്റെ, ആ പഴയ റഹീമിനെ ഒരിക്കൽ കൂടി നമുക്ക് കാണാൻ പറ്റും എന്നതായിരിക്കും ഒരുപക്ഷെ ഇതിൻ്റെ ബാക്കി പത്രം. എന്തായാലും CPM എന്ന പാർട്ടി ലോകസഭയിൽ ഒരു MP-ആണുള്ളത്. രാജ്യസഭയിൽ 0 ആവാൻ പോകുന്നു എന്നതാണ് പ്രത്യേകത. ദേശീയ പാർട്ടി എന്നത് തന്നെ ഒരുപക്ഷെ ഇവരിൽ നിന്നെടുത്ത് മാറ്റപ്പെട്ടേക്കും. ആ പദവി വെറും സംസ്ഥാന പ്രാദേശിക പാർട്ടിയായിട്ട് തന്നെ മാറാൻ പോകുന്ന CPM-നും CPI-ക്കും ഇടത് പാർട്ടികൾക്കും നമുക്ക് ഒരു അഡ്വാൻസ് ആദരാഞ്ജലി കൊടുക്കാം എന്നല്ലാതെ നമ്മളെക്കൊണ്ട് മറ്റൊന്നും പറ്റില്ല. അത് അവരുടെ അനിവാര്യമായിട്ടുള്ള ഒരു പതനത്തിലേക്കാണ് പോയിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഈ ബ്രിട്ടാസിനോടും റഹീമിനോടും നമുക്ക് രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ ഖതം, ടാറ്റ, ബൈ ബൈ, ഗയ എന്ന് മാത്രം പറയാം.